നാരിയത്ത് സലാത്ത്. മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ മാസ ഖുത്ബിയത്ത്. ഓ വലിയ ശിർക്കന്നെ കൊട്ട ഖുത്ബിയത്താണ്. മഹാനവറുകളുടെ ഖുത്ബിയത്ത് എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ഖസീദൊന്നുമല്ല. 1000 കൊല്ലം ഇപ്പോഴുള്ള ഒരു മുരീദ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന മുരീദ് ഉണ്ടാക്കിയ ഖസീദയാണ്. ആ ഖസീദയിൽ ആ മഹാനായ മഹവറുകൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി കായൽ പട്ടണത്തിൽ പോയാൽ കാണാം. കീഴക്കര കായൽക്കട്ടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇനാണ്. അവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി മഹാനവറുകൾ അവരെ മദീന തന്നെ കേട്ടാൽ നമുക്ക് വലിയ വിഷയവും. താൻ വലിയ ദർശിയും ചെറിയ കുട്ടികളൊന്നല്ല, വലിയ വലിയമാരസാണ്. ആ ദർസിന് മലക്കുകൾ വരെ വരും. ഒരു ദിവസം ആ ദർസിൽ ഒരാൾ വന്നു. ഇവർക്ക് ആരും പരിചയമില്ല. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു വഹൗലഹു ഫഖഹാഉൻ സദഖത്തുല്ലാഹി طبع قطابا عند الافتراق بغى ويثا فقد نال منه صدقة الله. لاهي المحيا رأى ميكان مسجده. മീക്കായിൽ മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് അവിടെ. ഒരു സുബകനായ മനുഷ്യൻ ധരത്തിൽ വന്നിരുന്നു. എല്ലാവരും നോക്കി. ഒരു സഫറിന്റെ അടയാളവും കൂടി അയാളിലില്ല. അങ്ങനെ തെറിസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇയാൾ ഉസ്താദുമായിട്ട് സംഭാഷണം ചെയ്ത് പോകുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വെള്ളം വേണം. മഴയാണ്, ഇവിടെ പള്ളിപ്പണിയാണ്, വെള്ളമില്ല. ഓ വെള്ളം തരാ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം മഴ വീഴുന്നു. കാരണം മീക്കായിൽ മല കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു അത്. ആ മലക്ക് വരെ തൻ്റെ ദർശനം വന്ന് ചെയ്തു. പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ കാര്യം പറയാനുണ്ട് സഹോദരൻ. അവരൊക്കെ നിന്ദിച്ചവരെ എവിടുന്നാണ് രക്ഷപ്പെടുക? നിത്യങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ഒരു പാത്തി ഒതുക്കടാ, എന്നാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഞാനിത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ ബർക്കത്തുകൊണ്ടാണ്. ഞാൻ മുഹ്യിദ്ദീന്മാരൊക്കെ കേട്ടിട്ടുണ്ട് അവരെ പേരിൽ ഓരോ പാത്തി ഓതി അവരെ ദായും ബർക്കത്ത് എത്തുകയാണ്. അപ്പം ഞാനത് ഓതി കഴിക്കണാത്ര ഓതാറുണ്ടായിരുന്നു. അല്ലെ ഒരുപാട് മുടക്കങ്ങളിൽ അയാളല്ലേ. ഞാനെന്താ 15 വയസ്സ് പെണ്ണെത്തിയ പിന്നെ ഓതാൻ കഴിയുമോ? പിന്നെ വെല്ലൂർ പോവുക, വേറെ എന്തെങ്കിലും കഴിയുമോ? എല്ലാ ഫുനൂനും പഠിച്ചടോ, എല്ലാ ഫണ്ണുകളും ഞാൻ പഠിച്ചു. അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തു. അത് തന്നെയല്ല, എത്രയോ ആളുകൾക്ക് കാണാതെ ദർസ് ചെയ്ത് കൊടുക്കല. ആ ഉള്ളാളത്തെ പള്ളിൻ്റെ ചുറ്റിലും ആളിരിക്കും. അങ്ങനെ നടന്നിട്ട് ചെയ്തി കൊടുക്കല. ഇരുന്നാൽ പള്ള വിറുക്കല്ലോ. അങ്ങനെ ആ അള്ളാഹു തന്നത് മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ ബർക്കത്തുണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മദ്ഹ് ചെയ്യാതിരിക്കില്ല. ചെറിയ ആളാ. ഒരു ദിവസം ഖലാ ഖദറിൻ്റെ വയതോറിയാണ്. ഖലാ ഖദറിൻ്റെ വാപ്പായിരുന്നു വയത്. എല്ലാം അള്ളാഹിൻ്റെ ഖലാവും ഖദറും എല്ലാവരും വിശ്വസിക്കണ കാര്യമില്ലേ? തൻ്റെ തലയിൽ വലിയൊരു സർപ്പം വന്നങ്ങ് വീണു. പല്ലി വീണാൽ എണ്ണിച്ച് വാവിലടാ നമ്മൾ. സർപ്പം വീണാൽ പിന്നെ ഓർത്താനോട് ഉള്ള ആളൊക്കെ മടി. മൂപ്പർക്കൊരു കുലുക്കുമില്ല. വീണെന്ന് മാത്രമല്ല, അത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം പോയി കൊണ്ട് പിടിച്ചെല്ലാം പോയി. എന്നിട്ടും അനക്കമില്ല. ഒടുവിൽ പുറത്ത് ചാടി നേരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പടർത്ത് നിന്ന് എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു. അപ്പം ഇവർക്ക് കേൾക്കേണ്ട ആ പാമ്പൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അപ്പം താൻ പറഞ്ഞ് പാമ്പ് പറഞ്ഞൊന്നും വേണമെന്നില്ലടോ, ഞാൻ പെരുത്ത ഔലിയാക്കന്മാരെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത്ര ഒരു ഹിമ്മത്തുള്ള ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഹിമ്മത്തും ഉൾക്കരത്തും നമ്മൾക്ക് വേണം. നട്ടണ്ട, പേടിക്കണ്ട. എന്തിന് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ശരിയായ ഈമാനുള്ള ഒരു മുഅ്മിനിന് പേടിക്കേണ്ടത് എന്തോ ഉണ്ടോ?
അജബന്നിലുമിനി മുഅ്മിന്റെ കാര്യം അതിശയമല്ലേ എന്ന് ഹദീസിൽ അല്ലാഹു പറഞ്ഞത്. അവനൊരു മുള്ളു കുത്തിയാലും കൂലി, ഒരു മുള്ളു കുത്തിയാലും അവന് കൂലി.